തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയാ പിഴവിൽ ഡോക്ടർക്കെതിരെ പോലീസ് കേസെടുത്തു. സുമ്മയ്യയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കന്റോൺമെന്റ് പോലീസ് ഡോക്ടർ രാജീവ് കുമാറിനെതിരെ കേസെടുത്തിരിക്കുന്നത്. IPC 336, 338 എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. സംഭവത്തിൽ ഉത്തരവാദികൾ ആയിട്ടുള്ളവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. സുമ്മയ്യയുടെ സഹോദരൻ പോലീസിൽ പരാതി നൽകിയിരുന്നു. തനിക്കുണ്ടായ ദുരനുഭവത്തിൽ നഷ്ടപരിഹാരം വേണമെന്നാണ് സുമ്മയ്യയുടെയും കുടുംബത്തിന്റെയും ആവശ്യം. ഇത് ഓപ്പറേഷന് മുമ്പ്, അതായത് സർജറിക്ക് മുമ്പ്, നമുക്കറിയാം ഈ ഡോക്ടർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറാണ്. ആ ഡോക്ടർ പുറത്ത് കൺസൾട്ടിങ് നടത്തുകയാണ്. അതായത് വരുന്ന രോഗികളിൽ നിന്നും പൈസ വാങ്ങിച്ചിട്ട് അത് എളുപ്പത്തിൽ, അതായത് പറഞ്ഞ ഓപ്പറേഷൻ തീയതി പെട്ടെന്ന് കിട്ടുവാനും ഇതിന് കൂടുതൽ സജ്ജീകരിക്കുന്നുവെന്ന് ആളുകളുടെ ഒരു വിശ്വാസത്തിന് പ്രകടന ആളുകൾ അവിടെ പോകുന്നുണ്ട്. അതിനുവേണ്ടി പൈസ വാങ്ങിച്ചിട്ടുണ്ട്. രണ്ടാമത് ഈ പ്രശ്നം സുമ്മയ്യ അവിടെ പോയിരുന്നു. രണ്ടാമത് ഈ പ്രശ്നം ഉണ്ടാകും, അതായത് ഇത് പരാതി കൊടുക്കും എന്ന രീതിയിലായപ്പോൾ ഇതിൻ്റെ എക്സ്റേ എടുക്കുന്നതിന് വേണ്ടി ശ്രീചിത്രയിൽ പോവുകയും ശ്രീചിത്രയിൽ പോയ സമയത്ത് എക്സ്റേ എടുക്കുന്നതിന് വേണ്ടി പൈസ കൊടുത്തതും ഈ രാജീവ് കുമാർ ഡോക്ടറാണ്. പണം നൽകിയിട്ടുണ്ട്. പണം നൽകിയതിലുപരി ആ ഡോക്ടർ തന്നെയാണ് സുമ്മയ്യക്ക് പൈസ അയച്ചു കൊടുത്തിട്ട് ഇത് എക്സ്റേ എടുക്കണം. വീഴ്ച സംഭവിച്ചതിന് ശേഷം ഈ ഡോക്ടർ പൈസ എക്സ്റേ എടുക്കാൻ കൊടുത്തിട്ടുണ്ട്. സ്ഥിരം ഇത് പോകുമ്പോൾ 4000, 2000, 4000, 1000 ഇങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട്. നൽകിയിട്ടുണ്ട്, പണം നൽകിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അത് ഈ പറഞ്ഞ കൺസൾട്ടിങ് പോകുമ്പോൾ 1000, 2000 ഇങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട്. കൺസൾട്ടിങ് അതായത് പുറത്ത് നടത്തുന്നുണ്ട്, ഈ വീട്ടിൽ. അതാണ് ഞാൻ പറഞ്ഞത്. ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയാണല്ലോ നമ്മൾ ഡോക്ടറെ സമീപിക്കുന്നത്. ആ ഡേറ്റ് തീരുമാനിക്കുന്നതിന് മുമ്പ് നമ്മൾ ഡോക്ടറെ കണ്ടു, വീട്ടിൽ പോയി കണ്ടു. വീട്ടിലല്ല, കൺസൾട്ടിങ് നെടുമങ്ങാട് ജംഗ്ഷനിൽ ഇദ്ദേഹത്തിന് ഒരു കൺസൾട്ടിങ് റൂമുണ്ട്. അവിടെയാണ് ഈ പറഞ്ഞ വീടല്ല, കൺസൾട്ടിങ് റൂമാണ്, പ്രൈവറ്റായിട്ട് പ്രാക്ടീസ്. അതാണ് നൽകിയിട്ടുണ്ട്. ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയാണല്ലോ നമ്മൾ അവിടെ പോയത്. അത് എളുപ്പത്തിലാക്കുന്നതിന് ശസ്ത്രക്രിയ ചെയ്യാൻ വേണ്ടിയാണ് പൈസ കൊടുത്തത്, അല്ലാതെ വേറെ നമ്മൾ ആവശ്യത്തിന് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. DMO ഓഫീസ് മാത്രമല്ല, ഇപ്പം നമുക്ക് ഡയറക്ടർ ഓഫീസ് അടക്കം, അതായത് ഈ ഡയറക്ടർ ഓഫീസിലെ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട് പരാതി നൽകിയിട്ടില്ലെന്ന്. 2020 മുതൽ പരാതി കൊടുക്കരുതെന്ന് സുമയുടെ അമ്മയോടും പറഞ്ഞതിൻ്റെ അടിസ്ഥാനമാണ് അവർ അന്ന് പരാതി കൊടുക്കാത്തത്. ഇപ്പോൾ 6 മാസം മുമ്പ് ഒരു ബന്ധു എന്ന നിലയ്ക്ക് എൻ്റെ പറഞ്ഞതിൻ്റെ സ്ഥിതിക്കാണ് ഞാൻ ഇന്നലെ DMOക്ക് പരാതി കൊടുക്കുകയും തുടർ നടപടിയായി മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചത്. പരാതി DMOക്ക് ഇന്നലെ കൊടുത്തു. പരാതി ഇന്നലെ കൊടുത്ത സമയത്ത് DMO അവിടെ ഇല്ലായിരുന്നു. അതിനുശേഷം, അതായത് ഇന്നലെ മെനിങ്ങാന്നാണ് പരാതി കൊടുത്തത്. ഇന്നലെ അയ്യങ്കാളി ഇതിനോട്ട് അവധിയായിരുന്നു. ഇന്ന് ഉണ്ടാവുമെന്ന് പറഞ്ഞു. ചിലപ്പോൾ ലീവായിരിക്കുമെന്ന് തന്നെ അവിടെ നിന്ന് ഉദ്യോഗസ്ഥർ. അതോടൊപ്പം മറ്റ് സംഗതി പറയാനുള്ളത്, ഈ പരാതിയുമായി ഞാൻ അവിടെ ഓഫീസിൽ DMO ഓഫീസിൽ പോയപ്പോൾ ആ ഫ്രണ്ട് ഓഫീസിൽ നിന്ന് ആളുകൾ, അതായത് ഈ സംഗതി അറിഞ്ഞിരിക്കുന്നു, ഇത്തരം പ്രശ്നം അറിഞ്ഞിരിക്കുന്നു എന്ന ഒരു മുൻകൂർ ജാമ്യം, ഡോക്ടറിന് എല്ലാവിധ സംരക്ഷണം കൊടുക്കുന്ന രീതിയിൽ ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്ന രീതിയിലാണ് ആ ഫ്രണ്ട് ഓഫീസിൽ നിന്ന് ഉദ്യോഗസ്ഥർ നമ്മോട് സംസാരിച്ചത്. അതായത് പ്രൈവറ്റ് ക്ലിനിക്കല്ല, ഇത് നിലവിൽ തൈറോയ്ഡ് ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ടൊരു ഓപ്പറേഷനാണ് നടന്നത്. ഈ ഓപ്പറേഷൻ, അതായത് സർജറിക്ക് ശേഷം ഇത് ഗ്രന്ഥി ഇതുമായി ബന്ധപ്പെട്ട് RCCയുമായി ഒരു ചികിത്സ നടത്തി. ആ ചികിത്സയുമായി RCCയുമായി ബന്ധപ്പെട്ടപ്പോൾ അവിടെ നിന്ന് ഒരു മെട്രോ സ്കാൻ എടുക്കാൻ വേണ്ടി ആ RCCയിലെ ഡോക്ടറാണ് പറഞ്ഞത്. ആ സ്കാനിങ്ങിലും ആ എക്സ്റേയിലാണ് ഇത് തെളിഞ്ഞത്. അത് ഈ ഉഷാറാണി എന്ന ENT ഡോക്ടർ, സർജൻ ഡോക്ടർ എന്ന നിലയ്ക്ക് ഈ പറഞ്ഞ രാജീവ് ഡോക്ടറെ കാണണമെന്ന് ഉപദേശത്തിൻ്റെ പേരിലാണ് ഈ പറഞ്ഞ രാജീവ് ഡോക്ടറെ അദ്ദേഹം പ്രൈവറ്റ് കൺസൾട്ടിങ് നടന്ന നെടുമങ്ങാട് പോയത്. OP എടുത്ത് കണ്ടതിന് ശേഷം അവിടെയുള്ള ഡോക്ടർ, ENT ഡോക്ടർ അടക്കം പറഞ്ഞു ഈ സർജൻ ഡോക്ടറെ കാണണമെന്ന്. അത് നിങ്ങൾ കാണണമെങ്കിൽ നെടുമങ്ങാട് അദ്ദേഹം പ്രൈവറ്റ് കൺസൾട്ടിങ് നടത്തുന്നുണ്ട്, അവിടെ പോയാൽ മതി. അത് ഈ OP എടുത്തതിന് ശേഷം അവിടെ നിന്ന് പറഞ്ഞ ഒരു നിർദ്ദേശത്തിന് പ്രകാരമാണ് ചെയ്തത്, അല്ല നമ്മുടെ സ്വയം തീരുമാനമല്ല. എൻ്റെ ഒരു ബന്ധു എന്ന നിലയ്ക്ക് എൻ്റെ പരാതി എൻ്റെ പറഞ്ഞതിന് ശേഷം ഞാൻ ഡോക്ടറെ വിളിക്കുമ്പോൾ ഡോക്ടർ ഇത് ഏറ്റുപറയുകയാണ് ചെയ്തത്. എല്ലാ മീഡിയയും കണ്ടതാണ്. ഡോക്ടർ പറയാണ് അവിടെ വീഴ്ച പറ്റി എന്ന് ഡോക്ടർ എടുത്തു പറയുകയാണ് ചെയ്തത്. എന്നിട്ട് വീഴ്ച പറ്റി എന്ന് പറഞ്ഞ ആ ഡോക്ടർ പിന്നീട് അവസാനം ഞാൻ ചോദിക്കുന്നുണ്ട്, ഡോക്ടറിന് ഇതിന് യാതൊരു പങ്കുമില്ല, ഡോക്ടർ പങ്കില്ല എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്തത്.